അല്ലാഹു 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 അല്ലാഹു. തന്റെ സഹപ്രവർത്തകർ വീട്ടിൽ വരുന്നതറിഞ്ഞ ഒരാൾ സ്വന്തം പിതാവിനെ വീടിന്റെ ഒരു റൂമിൽ അടച്ചുപൂട്ടി. കുറച്ചുനാൾ മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞ സംഭവമാണിത്. പ്രായമായ പിതാവിനെ അവരുടെ മുമ്പിൽ കാണിക്കാനുള്ള മടിയായിരുന്നു കാരണം. പരിഷ്കാരികളായ ചില ആളുകൾ അങ്ങനെയാണ്. തങ്ങളുടെ മാതാപിതാക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതവർക്കൊരു അപമാനമായി തോന്നുന്നു. എങ്ങനെയായാലും അവരുടെ മാതാപിതാക്കൾ അവർ തന്നെയാണെന്ന സത്യം അവർ മറക്കുന്നു. തനിക്ക് ജന്മം നൽകി ശൈശവം മുതൽ പോറ്റി വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ വേണ്ട വിധം ശുശ്രൂഷിക്കാതെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുകയും ആരാധനാലയങ്ങളുടെയും മറ്റു പൊതുസ്ഥലങ്ങളുടെയും പരിസരത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഒന്ന് പ്രതികരിക്കാൻ കഴിയാതെ ദുഃഖങ്ങൾ സഹിച്ച് അവർ അവിടെ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് വൻ പാപമാണെന്ന് ആ മക്കൾ അറിയുന്നില്ല, അഥവാ അറിയില്ലെന്ന് അവർ നടിക്കുകയാണ്. മാതാപിതാക്കൾക്ക് മഹത്തായ സ്ഥാനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും റബ്ബിന്റെ കോപം അവരുടെ കോപത്തിലുമാണ് നിലകൊള്ളുന്നതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ ആദർശപരമായോ സാംസ്കാരികപരമായോ മോശമാണെങ്കിൽ പോലും മക്കളെന്ന നിലയ്ക്ക് നാം അവരോട് നല്ല സമീപനം പുലർത്തണം. മാതാപിതാക്കളെ സംബോധന ചെയ്യുന്നത് പോലും സ്നേഹപൂരിതമായ ഭാഷയിലായിരിക്കണം. ഓരോ മക്കളും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പരിഹരിച്ചു കൊടുക്കുന്നവരാകണം. അള്ളാഹു പറയുന്നു, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യുക. അള്ളാഹുവിനെ പരാമർശിച്ചതിന് തൊട്ടുപിറകിൽ തന്നെ മാതാപിതാക്കളെ എടുത്തു പറയുന്നു എന്നത് വിഷയത്തിന്റെ അതീവ പ്രാധാന്യം വ്യക്തമാക്കുന്നു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് കടന്നാൽ മക്കൾ അതീവ ശ്രദ്ധയോടെ അവരെ പരിപാലിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതും മക്കളുടെ കടമയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്റെ നാഥ, ചെറുപ്പത്തിൽ ഇവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കാരുണ്യം കാണിക്കണമേ. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയുമില്ല. മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന് മരണസമയത്ത് പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ കഴിയാത്തതിന്റെ കാരണം അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹശേഷം തന്നോട് അല്പം സ്നേഹം കുറഞ്ഞോ എന്ന മാതാവിന്റെ വേദനയായിരുന്നു. മാതാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമോ വാക്കോ ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. മാതാവിന്റെ മനസ്സിലെ ഒരു ചെറിയ വേദന മാത്രമാണ് അൽഖമ റളിയല്ലാഹു അൻഹുവിനെ മരണസമയത്ത് ബുദ്ധിമുട്ടിച്ചത്. അവസാനം മാതാവ് തൃപ്തിപ്പെട്ടപ്പോഴാണ് അൽഖമ റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി മരിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരങ്ങളോ സദക്കകളോ മുടക്കാത്ത ആളായിരുന്നു. എന്നാൽ തന്റെ മാതാവുമായി പിണക്കത്തിലാണെന്ന കാരണത്താൽ അദ്ദേഹത്തിന് മരണമാസന്നമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിക്കൊടുത്ത പരിശുദ്ധ കലിമ ഏറ്റു ചൊല്ലുവാൻ കഴിഞ്ഞില്ല. കാരണം മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ അവസ്ഥയൊന്ന് കാണുക. മകന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടും മാതാവിന്റെ മനസ്സ് മാറിയില്ല. മാതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും പൊറുക്കില്ല. എന്നെ മർദ്ദിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കിയവനോട് ഞാൻ എങ്ങനെ പൊറുക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ നിങ്ങളുടെ മകനോട് എനിക്കും ബാധ്യതയുള്ളൂ. ഇത് കേട്ട മാതാവ് പറഞ്ഞു, എന്നാൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി മരിച്ചത്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തതിനാൽ കലിമ ചൊല്ലി മരിക്കാൻ സഹാബത്തുകൾക്ക് പോലും പ്രയാസം അനുഭവപ്പെട്ടെങ്കിൽ നിത്യേന പാപങ്ങൾ ചെയ്യുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. മാതാവിന്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അവരുടെ തൃപ്തി കരസ്ഥമാക്കൽ അനിവാര്യമാണ്. വാർദ്ധക്യമുള്ള മാതാപിതാക്കളെ ലഭ്യമാവുകയും അവർ മുഖേന സ്വർഗം പ്രാപിക്കാൻ ഒരാൾക്ക് കഴിയാതാവുകയും ചെയ്താൽ അത് മഹാദുരന്തമായിരിക്കുമെന്ന് ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മയും മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അല്ലാഹു